ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ ഈ ഒരു ജേണലിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിന് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നില്ല, പക്ഷെ ഇതിനൊരുപാട് തകരാറുകളുണ്ട് കേസ്. ഇനി ഇത് ഉണ്ടാക്കിയ കഥ അത് വലിയൊരു ട്രാജഡിയായിരുന്നു. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴയ ഒരു A4 സൈസ് നോട്ട്ബുക്കിൻ്റെ പേപ്പറൊക്കെ ഒന്ന് കീറിയെടുത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ 3 എണ്ണം വെച്ചിട്ട് ഒരുമിച്ച് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതുപോലെ എല്ലാതും ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു സൂചി നൂലൊക്കെ ഒപ്പിച്ച് വന്നിട്ടുണ്ട്. ബൈൻഡിങ് ആണ് ലക്ഷ്യം, നോട്ട് ദ പോയിൻറ്റ്. ഇതൊരിക്കലും പ്രൊഫഷണൽ ബൈൻഡിങ് അല്ല, പക്ഷെ നമ്മളെ ബുക്ക് നിൽക്കാൻ ഇതൊക്കെ മതി. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചെടുത്തിട്ട് സെൻറ്റർ കൂടെ അടിയിൽ നിന്ന് സെൻറ്റർ കൂടെ കുത്തിയിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക. നെക്സ്റ്റ് ഹോള് മുകളിൽ കുത്തി കൊടുക്കുക. ഒരു സൈഡിൽ ഇതുപോലെ മുകളിൽ കുത്തിയിട്ട് അടിക്കെടുക്കുക. ഇനി അപ്പുറം മറിച്ച് വെച്ച് അടുത്ത ഹോള് അപ്പുറത്തെ സൈഡ് കുത്തി കൊടുക്കുക. സൂചി എത്ര നോക്കിയിട്ടും കയറണില്ല. എങ്ങനെയാണ് കുത്തുന്നത് നോക്കുക ഗൈസ്. പിന്നാമ്പുറം കൊണ്ട് അത് ഞാൻ തിരിച്ചറിഞ്ഞ് പിന്നെ നേരെ കുത്തി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, അപ്പുറത്തെ കൂടെ ഉള്ളിലേക്ക് വീണ്ടും എടുക്കുക. എന്നിട്ട് പിന്നെ സെൻറ്ററിൽ കൂടെ ഉള്ളിൽ കൂടെ എടുക്കുക, ബാക്കൊക്കെ എടുത്ത് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്ത് ബാക്കിയുള്ള പൊസിഷൻ കത്രിക കൊണ്ട് മുറിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്നറിയില്ല, ഇല്ലെങ്കിൽ വീണ്ടും കണ്ട് നോക്കുക. ഓക്കെ, അപ്പം നമ്മളെ ബൈൻഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാതും ഒന്ന് ചെയ്തെടുക്കുക. നമ്മളെ എല്ലാ സെറ്റും ഇതുപോലൊന്ന് ബൈൻഡ് ചെയ്ത് കെട്ടി വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബുക്കിന് വലുപ്പത്തിനനുസരിച്ച് കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്ത് ഒരു ചാർട്ട് പേപ്പറിൽ നിരത്തി കൊടുക്കുക. പീസൊക്കെ കട്ട് ചെയ്ത് ചാർട്ട് പേപ്പറിൽ നിരത്തി കൊടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് സൈസ് കൈസ്, മടക്കാൻ സ്ഥലമല്ല. വേറെ ചാർട്ട് പേപ്പറും ഇല്ല. എന്നാലും നമ്മൾ തളരൂല. കുറേ നേരം ആലോചിച്ചൊരു ഐഡിയ ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുത്തു. ഇതാ ഈ നടുവിലൊട്ടിച്ചു കൊടുക്കുന്നവരുണ്ടല്ലോ, ഇവനാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. എന്തായാലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് ഇനി വേറൊരു പീസൊക്കെ ഒട്ടിച്ചിട്ടാണ് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്തത്. എല്ലാതും ഒന്ന് ഒട്ടിച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് ആ ഒരു വൃത്തിയുടെ പോകാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ഒട്ടിച്ചു. അതിൻ്റെ അവസ്ഥയാണ് ഗൈസ് ഇത്. പക്ഷേ നമ്മൾ തളരൂ ഇല്ല. ഇതാ നമ്മൾ ബൈൻഡ് ചെയ്ത സെറ്റൊക്കെ എടുത്ത് ഇതുപോലെയൊക്കെ പശയിച്ച് ഒന്നൊട്ടിച്ച് വെക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പശയിക്കുന്നത് എനിക്കറിയില്ല. ഇത് ഒരുമിച്ച് വെച്ചിട്ട് പശയിക്കാനുള്ളൊരു ഇതൊന്നും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുത്തു. എന്നിട്ട് ഒന്നൊട്ടിച്ചു കൊടുത്തു. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴേ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ ചെടി വെച്ച് കൊടുക്കുന്ന ഒരിതാണ് എനിക്ക് ഓർമ്മ വരുന്നത്.
ഇനി ഇതാ ഇങ്ങനെ മടക്കി വെച്ച് നോക്കിയപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ച അത്രയും സെറ്റ് പേപ്പർ ഇനിയും വെക്കാനുള്ള സ്ഥലം അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ നടുവിൽ വെച്ചവനാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ഞാനതൊരൊറ്റ മൈൻഡിൽ സെൻറ്ററങ്ങിട്ട് മുറിച്ച് കയറ്റിയൊട്ടിച്ചു കൊടുത്ത് അതങ്ങനെ റെഡിയാക്കി എടുത്തു. ഇനി നെക്സ്റ്റ് ട്രാജഡി പെയിൻറ്റിങ്. ഇതിൻ്റെ പുറത്തൊരു ബോഹോ ആർട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. അതിനുവേണ്ടി മര്യാദക്ക് പെയിൻറ്റ് മിക്സിംഗ് ഒക്കെ നോക്കിയാൽ മതിയായിരുന്നു. എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണം ഞാൻ തന്നെ മിക്സ് ചെയ്തു. ആദ്യം ഒരു റെഡും വൈറ്റൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് ഒരു പിങ്ക് എടുത്തടിച്ചപ്പോൾ എൻ്റെ ആ കോൺഫിഡൻസ് ഒന്നും കൂടെ കൂടി. പിന്നെ ഏതൊക്കെയോ കളർ എടുത്ത് മിക്സ് ചെയ്ത് അവസാനം ബ്ലാക്ക് അങ്ങോട്ട് കിട്ടി. അപ്പം ഞാനത് വെച്ചിട്ട് ഒരു തണ്ടും ഇലയൊക്കെ അങ്ങോട്ട് വരച്ച് സെറ്റാക്കി എടുത്തു. ഇനി ഞാൻ നിർത്തിയോ? ഇല്ല, ഇനിയും ഏതൊക്കെയോ കളർ എടുത്ത് മിക്സിങ് ആയിരുന്നു. പിന്നെ ചിലത് നേരിട്ട് അടിച്ചെടുത്തു, ചിലത് മിക്സ് ചെയ്ത് കിട്ടിയ ഏതൊക്കെയോ കളർ അടിച്ചു കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലെ പല ഇലകളും പല വരകളും കുറികളും അതങ്ങനെയാണ് വന്നതാ. ഏതോ ഒരു ചൊല്ലുണ്ടല്ലോ, അടിച്ച വയ്യ പോയിട്ടില്ലെങ്കിൽ പോണ വയ്യ അടിക്കുക. അത് വേറെ എന്തിൻ്റെയോ കാര്യത്തിലാണ്. ഞാനിപ്പോൾ അത് പെയിൻറ്റിൻ്റെ കാര്യത്തിലും അങ്ങോട്ട് പ്രാവർത്തികമാക്കിയെടുത്തു. അപ്പോൾ തട്ടിക്കൂട്ടി നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടാമതും പുതിയ പെയിൻറ്റുകളൊക്കെ എടുത്ത് മിക്സ് ചെയ്യാൻ ഞാൻ റെഡിയായില്ല. എന്തോ ഭാഗ്യം, ഇല്ല പെയിൻറ്റൊക്കെ കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്ന കളർ എടുത്ത് അടിച്ചെടുത്തു. അതിലേറ്റവും അവസാനം കിട്ടിയതാണ് ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതൊക്കെ കളറാണെന്ന് എനിക്കറിയില്ല. ഞാനെടുത്ത എല്ലാ പെയിൻറ്റും ഇതിലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ജേണൽ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ട്രാജഡി റേറ്റിംഗ് ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒന്നും തോന്നില്ല, പക്ഷെ ഇതുണ്ടാക്കിയെടുത്തുന്ന സമയത്ത് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഒരു ലൈക്കൊക്കെ തന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.